കാരണം ഇത് ഭയങ്കര ഒരു സംഭവമാണേ. കാരണം ഒരു വീട്ടിൽ ഒരു മാതാപിതാക്കളെന്ന് പറയുന്നവർ ചെയ്യണതെന്താ? എങ്ങനെയെങ്കിലും 18 വയസ്സ് വരെ ആ കുട്ടിയെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ട് 18ാമത്തെ വയസ്സ് തികയുമ്പം അവൻ്റെ മേലുള്ള ഉത്തരവാദിത്തം അവർ വിഡ്രോ ചെയ്യാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നിരന്തരം പാടുപെടുകയാണ്. കാരണം ആ കുട്ടിയെ, അല്ലെങ്കിൽ ആ കുട്ടി വലുതായി അവനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മാനസികാവസ്ഥ സൃഷ്ടിക്കുമ്പോൾ തന്നെ ഈ കുട്ടി പിന്നെ അടുത്തത് പോകാൻ പോണത് ഡെഫിനിറ്റ്ലി ഇൻ ടു പ്രോബ്ലംസാണ്. മനസ്സിലായോ? കാരണം ഇവർ ഇരുന്ന് അട്രാക്റ്റ് ചെയ്യാണ് ഇവനെ. ഓക്കെ, നമ്മൾ നോക്കുമ്പം ആ ആ ഒരു മാതാപിതാവും ഇത് സമ്മതിക്കാൻ പോണില്ല. പക്ഷേങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവന് ഒറ്റക്കാലിൽ നിൽക്കാൻ പ്രാപ്തനായി എന്നുള്ള ആ തോന്നൽ തൊട്ടിട്ട് ഇവർ അവനെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് പാടുപെടും. മനസ്സിലായോ? ഈ പാടുപെടുമ്പം അടുത്തത് ഈ കുട്ടിക്ക് സംഭവിക്കാൻ പോണത്, അവൻ ഏതെങ്കിലും ഒരു കൂട്ടുകൊട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലോ പോയി കഴിഞ്ഞാൽ പിന്നെ അപ്പം കണക്ക് വെച്ചിരിക്കും. ഞങ്ങൾ ഇത്രയും കാലം ഇവനെ നല്ല രീതിയിൽ നോക്കി, പക്ഷേങ്കിൽ എന്ത് ചെയ്യാനാ, ഞങ്ങൾ ചെയ്ത നന്മയ്ക്ക് യാതൊരു ഫലവുമില്ല, ഇവൻ നശിച്ചുപോയി. ഇതാണ് ചെയ്യുന്നത്. കാരണം ഇവർ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ മാത്രമേ ഈ കുട്ടി വലുതായി എന്നുള്ള ഒരു തോന്നൽ വരുന്നുള്ളൂ. അല്ലെങ്കിൽ എന്നും മാതാപിതാക്കൾക്ക് അവരെ കുട്ടികൾ കുട്ടികൾ തന്നെയല്ലേ. അപ്പോൾ അവർ ആയിരിക്കുന്ന കുറേ ചുറ്റുപാടുണ്ടാവും. മതം, ജാതി, അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ അവർ ചെറുപ്പം തൊട്ട് ഉണ്ടാക്കി കൊണ്ടുവരുന്ന കുറേ കാര്യങ്ങൾ. ഈ അഹങ്കാരത്തിൽ നിന്ന് മാറിയിട്ട് സ്വന്തം മക്കളോട് സംസാരിക്കാൻ പോലും തയ്യാറാവാത്ത ഈ മാതാപിതാക്കളാണ് ഈ കുട്ടികളെ പിന്നീട് സ്കൂളുകളിലേക്കും ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കും പറഞ്ഞേക്കണത്. മനസ്സിലായോ? അറിവും വിദ്യാഭ്യാസവും കൊടുത്തിട്ട് എന്താ കിട്ടാനുള്ളത്? ഏതെങ്കിലും ഈ സ്കൂളിൽ പോയി അല്ലെങ്കിൽ ഈ ജോലി ചെയ്ത് കഷ്ടപ്പെടുകയല്ല എല്ലാവരും ചെയ്യണത്. അല്ലാതെ സ്വസ്ഥമായിട്ട് ജീവിക്കണ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ സ്വന്തം വീട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിക്കണ ആൾക്കാരുണ്ടെങ്കിൽ അവിടെ നിന്നൊരു കുട്ടി വളർന്ന് അവന് വേണ്ടിയിട്ടുള്ള ജീവിതം സെലക്ട് ചെയ്യാനുള്ള അവൻ്റെ കപ്പാസിറ്റിയെ അവന് തിരിച്ചറിയുമ്പോഴാണ് ഓരോ മക്കളും വളർന്നു വരുന്നത്. അല്ലാതെ നമ്മൾ വിചാരിച്ച കുറേ തീരുമാനങ്ങൾ അവരിൽ നടപ്പിലാക്കി അവരുടെ ആ ഒരു ചെറിയ കഴിവിൽ, അല്ലെങ്കിൽ ആ ചെറുപ്രായത്തിൽ അവർക്ക് എതിർക്കാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ ശക്തിയെ ഞാൻ അവരുടെ മേൽ പ്രയോഗിച്ചിട്ട് ഞാൻ വിജയിച്ചെന്ന് കരുതുന്ന എല്ലാ മാതാപിതാക്കളും കുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്, രോഗികളായിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? പിന്നീട് മക്കൾ വലുതാകുമ്പം ഇവരെപ്പം വൃദ്ധസദനത്തിലേക്ക് എത്തിക്കണം എന്നുള്ളത് മാത്രമാണ് ഈ കുട്ടികളും ചിന്തിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്ക്, ആരും തമ്മിൽ ഒരു ബന്ധവുമില്ല. ബന്ധം ഉണ്ടാവണമെങ്കിൽ ജീവിക്കണ ഭാഗത്തുനിന്ന് മാത്രമേ സാധിക്കൂ. ഇപ്പം ഞാനും തന്നെ ആ ഒരു കുട്ടിയുടെ വീഡിയോ കണ്ടില്ലേ? എല്ലാവരും കണ്ടു കാണും. ഇപ്പം ആദ്യമായിട്ടാണ് സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ആ ഒരു കുട്ടിയെ ടാർഗറ്റ് ചെയ്യാതെ ഇപ്പം മന്ത്രി പ്രതികരിച്ച്. കാരണം അങ്ങനെ ഒരു കുട്ടി അങ്ങനെ ആവണമെങ്കിൽ അതിൻ്റെ പിന്നിൽ കുറച്ച് ബലഹീനരായ ആൾക്കാരുണ്ട് എന്നുള്ള ഭാഗത്തേക്ക് സമൂഹത്തിൻ്റെ ഒരു ചിന്ത പോകാൻ തുടങ്ങി. അത് ഭയങ്കര സൂപ്പറാണ്. അതുപോലെ തന്നെ മനുഷ്യന് അവൻ്റെ വിശ്വാസത്തിലും ബുദ്ധിയിലും ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. മനസ്സിലായോ? കാരണം നിങ്ങൾക്ക് ഏത് ദൈവം നിങ്ങളെ കൂടെ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഗുരുവിൻ്റെ കീഴിലാണോ, നിങ്ങൾ ഏത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്നതിനേക്കാൾ അപ്പുറം നിങ്ങൾക്ക് നിങ്ങളെ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാത്. കാരണം എന്താ വെച്ചാൽ ഒരു 10 കൊല്ലം മുമ്പ് ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ കുട്ടിയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ഒരു സമൂഹത്തെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ആൻഡ് എസ്പെഷ്യലി അതൊരു ഭയങ്കര, കാരണം അധ്യാപകരെന്ന് പറയുന്ന ഒരു വലിയ ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ ഏതിനും അസോസിയേഷൻ ഉള്ളത് കൊണ്ട് ഈ അസോസിയേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ സാമുദായിക നേതാക്കളും മത നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും പ്രതികരിക്കുക. കാരണം ഇവിടെ ടാർഗറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. കാരണം ഒരു കുട്ടീനെ ടാർഗറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ കുട്ടീനെ ടാർഗറ്റ് ചെയ്തിട്ട് അത് വെച്ച് കംപ്ലീറ്റ് കുട്ടികളെയും മോശമാക്കി കഴിഞ്ഞാൽ ചോദിക്കാൻ ആരില്ല. കാരണം കുട്ടികളിത് ശ്രദ്ധിക്കാൻ പോണില്ല.
ആ അച്ഛനും അമ്മക്കും വിഷമമുണ്ടെങ്കിൽ ഉണ്ടാവും. അത്ര മാത്രമേ ഉള്ളൂ. എന്നിട്ട് മറ്റുള്ളവർ എൻ്റെ കുട്ടി ഇങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേ അധ്യാപകരോടും കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ്. അച്ഛനും അമ്മക്കും സമയമില്ല. കാരണം അവരെന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് പരക്കം പായാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ കുറച്ച് ആൾക്കാർ ആ കുട്ടിക്കുണ്ടായ സാഹചര്യത്തിൻ്റെ കാരണം ആ കുട്ടിയല്ല, ആ കുട്ടി വളർന്നു വരുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് അവരുടെ ഇമോഷൻ മാനേജ് ചെയ്യാൻ പറ്റാത്തത് ആ കുട്ടിയിലൂടെ റിഫ്ലക്റ്റ് ആയപ്പം ആ കുട്ടി ആശ്രയിക്കേണ്ട അധ്യാപകരുടെ വീക്ക്നെസ്സും കൂടി ഇവിടെ പ്രൊജക്റ്റായി. മനസ്സിലായോ? കാരണം അവർ അധ്യാപകരല്ല. കാരണം ഈ കുട്ടികളെ നമ്മൾ സ്കൂളിൽ വിടുന്നത് എന്തിനാണ്? കാരണം അവർ കുറച്ച് ആൾക്കാർ സ്റ്റേബിളായിട്ടുള്ള കുറച്ച് ആൾക്കാരുമായുള്ള സമ്പർക്കത്തിൽ ഈ കുട്ടികളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും എററുണ്ടെങ്കിൽ ഇതിനെയെല്ലാം ഒരുപോലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കൂളിൽ പറഞ്ഞേക്കുന്നത്. ഇത് അവിടെ ഉള്ളവരുടെ മാനസികാവസ്ഥ എത്രത്തോളം വികലമാണെന്നുള്ളത് എല്ലാവരും തിരിച്ചറിഞ്ഞതിന് ആ തിരിച്ചറിഞ്ഞവർക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട്.